സൺഡേ നമുക്ക് മിസ്സായാലും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഓഫ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഓണത്തിനൊക്കെയാണ് ശരിക്കും. ഓണത്തിന് നമ്മൾക്ക് ഓണം അങ്ങനത്തെ ചടങ്ങുകൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ആങ്കേഴ്സ് കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല വേഷമൊക്കെ ഇട്ട് ആ ദിവസം സ്ക്രീനിൽ വേണം എന്നുള്ളതാണ്. ആരും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല ഇപ്പോൾ ഒന്നും. പക്ഷേ നമ്മൾ ആ ദിവസം സ്ക്രീനിൽ വേണ്ടത് ഒരാവശ്യമാണെന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ ഇല്ലെങ്കിൽ ആ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആളുകൾ ടി വി തുറന്ന് നോക്കുമ്പോൾ വേണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അത് നമ്മളുടെ ഒരു ആഗ്രഹമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു മുൻഗണന കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ കൂടെയുള്ള ഓണമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ഓണങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അതുപോലെ തന്നെ വേറൊരർത്ഥത്തിൽ സന്തോഷമുണ്ട്. നമ്മൾ വേറൊരർത്ഥത്തിലാണ് ആളുകളുടെ മുന്നേ ആ ഓണ ദിവസമൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഫാമിലി ടൈം ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഓഫും ലീവും ഒക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരു ഓഫും ലീവും ഒന്നും ഇല്ലാത്ത സംവിധാനമേ അല്ല. പക്ഷെ അത് എല്ലാവരെയും പോലെ അത്ര അധികം കിട്ടുമോ എന്ന് വെച്ചാൽ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കറണ്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ വെഡ്ഡിംഗ് ഒക്കെ പോലെ പ്രീ പ്ലാൻഡ് അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഇവൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും സ്റ്റക്കായി നിന്നിട്ടുണ്ടോ? അതോ ഏതിന് പോകും ഇത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഉറപ്പായിട്ടും അച്ഛൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ ജോലി തന്നെയാണ് അവിടെ കട്ട് ചെയ്ത് പേഴ്സണൽ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് പേഴ്സണൽ കാര്യങ്ങൾ കട്ട് ചെയ്ത് ജോലിക്കും അത് നമ്മൾ നോക്കുമല്ലോ, ഏതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു മുൻഗണന നിശ്ചയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അത് തിരിച്ച് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ അതിന് പ്രിഫറൻസ് കൊടുക്കുകയും ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ അങ്ങ് സ്റ്റക്കായി നിന്ന് പോയിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചാൽ ഒരു തീരുമാനം എടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡഡ് ആയിരിക്കും, എഡിറ്റ് ചെയ്ത വേർഷനാണ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങളുടെ കേസിൽ കൂടുതലും ലൈവ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ലൈവ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ എപ്പോഴും ഒരേ മൈൻഡിലായിരിക്കണം എന്നില്ല. എപ്പോഴും നമുക്ക് ക്യാമറയുടെ മുന്നിൽ പ്ലസന്റ് ആയിട്ട് പക്ഷെ നിൽക്കണം. മൈൻഡ് ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ക്യാമറയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഇപ്പോൾ ബ്രേക്ക് പറയും, സ്പോട്ടിൽ ബ്രേക്ക് പറയും. അതല്ലാതെ കരഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് ചില വാർത്തകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒക്കെ. ഇമോഷണൽ ആവും. നമ്മൾ അന്നേരം ആരും കാണാതെയൊക്കെ കണ്ണുടച്ച് വാർത്ത വായിച്ചിട്ടൊക്കെ ഉണ്ട്. ബാലഭാസ്കർ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണം ശരിക്കും ഞങ്ങൾക്ക് കുറേ മീഡിയ ഫ്രണ്ട്സ് ഉണ്ട് പുള്ളിയുടെ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ ഞാൻ, എൻ്റെ ഫ്രണ്ട് ശ്രീജ, ഇവരൊക്കെ തന്നെയും ബാലഭാസ്കറിൻ്റെ മരണം വന്ന് ഞാനൊന്ന് മോർണിംഗ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കരയും. ചിലപ്പോൾ കണ്ണീര് പുറമേക്ക് വരില്ല, പക്ഷെ നമ്മൾ തകർന്നിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അത് മനുഷ്യർക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവണം എന്നൊന്നുമില്ല, നമ്മൾ അത്രയും തകർന്നിട്ടാണ് സംസാരിക്കണമെന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ മതി എന്നെ, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്താൽ സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് കരയുന്ന ആൾ കൂടിയാണ്. പെട്ടെന്ന് കരയുന്ന ആളുകളെല്ലാം സ്ട്രോങ് അല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ആ ഡെഫിനിഷനിൽ കരയുന്ന ആളുകൾ സ്ട്രോങ് അല്ലാതിരിക്കുന്നില്ല, ദുർബലരല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും മുന്നേ പോകുന്ന ഒരു സ്റ്റോറി അത് ഭയങ്കര നമ്മളെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ചിലപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കണ്ണൊക്കെ ഇതാക്കാറുണ്ട്. പിന്നെ തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ബ്രേക്ക് പറയാറുണ്ട്. അങ്ങനെ ബ്രേക്ക് പറഞ്ഞൊരു സിറ്റുവേഷൻ ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ അറ്റാക്കും ട്രോളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് എനിക്ക് വളരെ ഇമോഷണലി എന്നെ ടച്ച് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറച്ച് അത് കരയല്ല, നമ്മൾ ഒന്ന് ഓക്കെ അല്ലാതിരിക്കില്ല, നമുക്ക് ഒന്ന് ബ്രീത്ത് എടുക്കാൻ തോന്നില്ലേ,
ഞാൻ അതിനുവേണ്ടി ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതല്ലാതെ കരഞ്ഞു പോയിട്ടും ഉണ്ട് സത്യത്തിൽ. അത് ഓണെയർ കരഞ്ഞു പോയിട്ടുള്ള അത് പിന്നീട് എല്ലാവരും ഇപ്പോൾ കോമഡി ആയിട്ട് പറയും. നമ്മൾ കിം കിടുക്ക് മരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ലൈവിലേക്ക് പോയി നിൽക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ നമ്മൾ കോവിഡിൽ എല്ലാവരും കൂടി അടഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അന്നേരം ശരിക്കും അവിടെ ഫെസ്റ്റിവൽ നടക്കേണ്ടുന്ന ഡിസംബർ ടൈമിലൊക്കെ മറ്റുമാണ് കിം കിടുക്ക് മരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മളെ ലൈവിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി നിർത്തുകയും ഏഷ്യാനെറ്റിൽ വെച്ച് ഞാൻ പെട്ടെന്ന് ഈ മൊത്തത്തിൽ ഉള്ള നമ്മുടെ ഒരു അടഞ്ഞിരിപ്പും ഇദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോയതും ആ ഫെസ്റ്റിവൽ കാലം മിസ് ചെയ്യുന്നതും കിം കിടുക്ക് മരിച്ചു പോയല്ലോ ഇത്രയും ചെറിയ പ്രായത്തിലെന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒറ്റ കരച്ചിൽ. അത് പക്ഷേ അതൊക്കെ ലൈവിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത എനിക്ക് പലപ്പോഴും ചില വേദികളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഒന്നാമത് ഈ പ്രസംഗം തീരെ വഴങ്ങാത്തൊരു സാധനമാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ എന്തും സംസാരിക്കും, പക്ഷേ ഒരു അല്ലാത്ത ഇടത്ത് പോയാൽ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഒന്നും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ചിലപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ തന്നെ നിന്ന് കരഞ്ഞു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടീസ് നടക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഇപ്പം നമ്മുടെ ഫ്ലഡ് വരുന്ന സമയത്ത്, അതുപോലെ ചൂരൽമല ഇൻസിഡൻറ്റ് നടന്ന സമയത്ത്, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടി വിയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ അതിലും റോ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കരഞ്ഞിട്ടുണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും. നമുക്ക് അതിനകത്ത് പരിചയം എന്ന് പറയുന്ന ഒന്നും ഒരു കാര്യമല്ല. അതിനകത്ത് ചെറിയ കുട്ടികൾ മരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഓരോ കുട്ടികളെയും ഈ കുട്ടി മരിച്ചു, ഈ കുട്ടി ഓരോ മക്കളുടെയും പേരിങ്ങനെ പറഞ്ഞിട്ട് ഇവർ മരിച്ചാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ പോകുന്നത്. പിന്നെ ശ്രീനാഥ് മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ അവർ പൊട്ടിക്കരയുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കരഞ്ഞു പോവും. പിന്നെ അതൊന്നും ക്യാമറയിൽ വരില്ല. അതൊക്കെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പലപ്പോഴും ക്യാമറയിലൊക്കെ അത് വന്ന് വേറെ തരത്തിലൊക്കെ ആവും. പക്ഷെ അന്നത്തെ നമ്മളത് കണ്ണുനീര് അവിടെ വെച്ചിട്ട് ബൈറ്റെടുക്കും. ഈ ചൂരൽമലയിലൊക്കെ പോയപ്പം സത്യത്തിൽ ഈ ചെറിയ കുട്ടികളുടെ മൃതദേഹം കാത്തു വയ്ക്കുന്ന അച്ഛൻ അവരുടെ അടുത്തൊക്കെ പോയി ബൈറ്റ് എടുക്കുമ്പോൾ അവർ കരയുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കണ്ണൊക്കെ തുടച്ച് നിൽക്കും. അത് നമ്മൾ ആരായാലും അങ്ങനെ ഇമോഷണലായി പോകുന്നതാണ് തോന്നുന്നത്. അവിടെ നമുക്ക് വലിയ പടച്ചട്ടയിട്ട് ഇവിടെ ജേർണലിസ്റ്റാണ് എന്ന് പറയുന്ന മുഖംമൂടിയൊന്നും പറ്റത്തില്ല, എല്ലാം മനുഷ്യരല്ലേ. അപ്പം അത്തരം വിഷയങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഇമോഷണലായി പോകാറുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റുകൾക്കാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലാണെങ്കിലും ന്യൂസ് റിപ്പോർട്ടിങ്ങിലാണെങ്കിലും പൊതുവേ പറയുന്ന ഒരു പേരാണ് മാപ്രകൾ, മാധ്യമ പ്രവർത്തകർ. അവര് ഭയങ്കര കട്ടി മനസ്സുള്ളവരാണ്. ഒരു മരണ വീട്ടിൽ പോയിട്ട് പോലും ഭയങ്കര റഫായിട്ട് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചോദിക്കുന്നവരാണ് എന്നൊക്കെ. അപ്പൊ ആ ഒരു സംഭവം പറയുമ്പോൾ ഈ ഒരു ഇമോഷണൽ വശം എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നു. അവര് അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും ആ പറച്ചില് നമ്മൾ കേൾക്കേണ്ടവരാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കേണ്ടവരാണെന്നല്ല, അങ്ങനെയാണ് സമൂഹം.